അടിപൊളി കേബിൾ കാറായിരിക്കും. ഓപ്പണായിട്ടുള്ളൊരു കേബിൾ കാറാണ്. 2 നിലയുടെ മുകളിലത്തെ നിലയിലാണ് ഞങ്ങളുടെ 3-ാം ദിന കാഴ്ചകൾ ലുസാണിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് സ്റ്റാൻസർ ഹോളിലേക്കാണ്. സ്റ്റാൻസർ ഹോള് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ 12 മണി വരെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അല്ല അവിടെ പോയി നോക്കാമെന്ന് കരുതി. കാരണം നമ്മൾ ഓൺലൈനിലേക്ക് എടുക്കുമ്പോൾ 2 ഫ്രാങ്ക് കൂടുതൽ കൊടുക്കണം ബുക്കിംഗ് ചാർജായിട്ട്. അവിടെ പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ സാധിക്കും. ടെറ്റ്ലിസ് മൗണ്ടൻ്റെ അടുത്തേക്ക് പോകുന്നത് ഏംഗൽബെറിലേക്ക് പോകുന്ന ട്രെയിനോ അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്കുള്ള ട്രെയിൻ എടുത്ത് ഒരു അധികമില്ല 10-20 മിനിറ്റ് യാത്ര കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. പഴയ മോഡൽ ട്രെയിൻ എടുത്തിട്ടാണ് ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പഴയ മോഡൽ ട്രെയിൻ കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് യാത്ര ചെയ്താൽ ഏറ്റവും പഴയ മോഡൽ ട്രെയിനാണത്. സീറ്റൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻസർ ഹോളിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങിയാണ്. ട്രെയിൻ തുടങ്ങി ടിറ്റ്ലിസിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഏംഗൽബെറിലേക്ക് പോകുന്ന ട്രെയിനാണ്. സ്റ്റാൻസ് എന്നുള്ള സ്റ്റോപ്പിലാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഇതാണ് സ്റ്റോപ്പിൻ്റെ പേര്. നമ്മൾ സ്റ്റേഷൻ മുറിച്ച് കിടക്കണം. അപ്പുറത്തെ സൈഡിലാണ് കേബിൾ കാർ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകണം. എല്ലായിടത്തും ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ. ഇൻഡിക്കേഷൻ ഉണ്ട് പോകാനായിട്ട്. കേബിൾ കാറിൻ്റെ പടമുണ്ട്. നമുക്കത് വെച്ച് പോയാൽ മതി. ആ മലയുടെ മുകളിലേക്കാണ് പോകേണ്ടത്. മിക്ക പള്ളികൾക്കും അങ്ങനെ ഒരു ചെറിയൊരു മണിമാലയുടെ മുകളിൽ ഇങ്ങനെ ഒരു ഗോപുരം പോലെ ഉണ്ട്. കേബിൾ കാറിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് എവിടെയാണ്. ഇവിടെ നിന്നാണ് കേബിൾ കാർ ലഭിക്കുക. 1893 തുടങ്ങിയതാട്ടോ അത്. ഇത് 2 നിലയുള്ള കേബിൾ കാറാണ്. ലോകത്തിലിങ്ങനെ അപൂർവമുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. ലോകത്തിലെ ആദ്യത്തെ എന്തായാലും ഇതാണ്, അത് ഉറപ്പാണ്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 1893 ഇവിടെ ആദ്യമായിട്ട് കേബിൾ കാർ വരുന്നത്. നമ്മൾ ടിക്കറ്റ് നോക്കി ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തും. കേബിൾ കാർ നിലവിലുള്ളത് പോയി. ഇനി 9:30 തോന്നുന്നു. ഒരു പഴയ തടി ട്രെയിനാണിത്. ഒരു ഫുണിക്കുലാർ റെയിൽവേ. ഇതിൽ കയറി പച്ചപ്പും പുൽമേടുകളും താണ്ടി കെൽറ്റി എന്നുള്ള സ്ഥലത്തെത്തണം. അവിടെ നിന്നാണ് ലോകപ്രശസ്തമായ കാബ്രിയോ എന്നുള്ള കേബിൾ കാർ യാത്ര ആരംഭിക്കുന്നത്. ലുസേണിൽ നിന്നും ഇവിടെ എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. ലുസേണിൽ നിന്നും 15 മിനിറ്റ് ട്രെയിൻ മാർഗം യാത്ര ചെയ്താൽ സ്റ്റാൻസ് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലെത്താം. അവിടെ നിന്നും ഒരു 5 മിനിറ്റ് നടന്നാൽ പഴയകാല പ്രൗഢിയുള്ള ഫുണിക്കുലാർ റെയിൽവേ സ്റ്റേഷനിലെത്താനായിട്ട് സാധിക്കും. അവിടെ നിന്നുമാണ് ഈ ഒരു ഫുണിക്കുലാർ യാത്ര ആരംഭിക്കുക. ഇത് ചെന്നെത്തുന്നിടത്തു നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കേബിൾ കാർ യാത്ര ആരംഭിക്കുന്നത്. സ്റ്റാൻസർ ഹോളിലേക്കുള്ള യാത്രയിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ഫുണിക്കുലാർ യാത്ര. ആധുനികമായ കാബ്രിയോ കേബിൾ കാറിലേക്ക് മാറുന്നതിന് മുൻപ് നമ്മളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണിത്. 1893 ഈ റെയിൽവേ പാത ആദ്യമായി തുറന്നത്. അന്നത്തെ കാലത്തെ എഞ്ചിനീയറിംഗ് അത്ഭുതമായാണ് ഇത് കണക്കാക്കപ്പെട്ടിരുന്നത്. ഞങ്ങൾ ഏതാണ്ട് കേബിൾ കാർ എടുക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇതിന് 2 നിലയുണ്ട്. മുകളിലത്തെ നിലയിൽ കിട്ടിയ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ മുകളിലേക്ക് പോകാം. അടിപൊളി. ഇവിടെ നിൽക്കാം. ഇവിടെ ഇങ്ങോട്ട് ബാക്ക് സൈഡാ ഭംഗി. ഓപ്പണായിട്ടുള്ളൊരു കേബിൾ കാറാണ്. 2 നിലയുടെ മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ. ലോകത്തിലെ ആദ്യത്തെ ഓപ്പൺ ടോപ്പ് കേബിൾ കാറിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഇതിന്റെ മുകൾ ഭാഗം തുറന്ന നിലയിലാണ്. യാത്രക്കാർക്ക് കേബിൾ കാറിന്റെ മുകളിൽ നിന്ന് നേരിട്ട് കാറ്റേറ്റ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി കറങ്ങുന്ന കേബിൾ കാറിലടക്കം പലവിധ കേബിൾ കാറുകളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നൽകുന്നത്. കാറ്റ് താല്പര്യമില്ലാത്തവർക്ക് താഴത്തെ നിലയിൽ നിന്നുകൊണ്ട് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഫ്യൂണിക്കുലാർ റെയിൽവേ വരുന്നതിനനുസരിച്ചാണ് ഇവിടെ നിന്നും കേബിൾ കാറുകൾ പുറപ്പെടുന്നത്. ഒരേ സമയം മുകളിലും താഴെയുമായി ഏതാണ്ട് 60 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഈ കേബിൾ കാറിന്റെ കേബിളുകൾ വശങ്ങളിലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് മുകളിൽ ഇവർക്ക് ഒരു ഓപ്പൺ ഡെക്ക് നൽകാൻ സാധിക്കുന്നത്. മുകളിൽ നിന്നും താഴേക്കിറങ്ങി വരുന്ന ഈ കേബിൾ കാർ കണ്ടപ്പോഴാണ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിസ്മയം എനിക്ക് മനസ്സിലാകുന്നത്. സാധാരണയായി മുകൾ ഭാഗം തുറക്കാൻ കഴിയുന്ന കാറുകളെയാണ് കാബ്രിയോള എന്ന് വിളിക്കുന്നത്. ഈ കേബിൾ കാറിന്റെ മുകളിലെ നില മേൽക്കൂരയില്ലാത്ത രീതിയിൽ തുറന്ന നിലയിലാണ്. അതുകൊണ്ടാണ് കാബ്രിയോ എന്നുള്ള പേർ ഇവർ ഇതിന് നൽകിയത്. തടാകങ്ങളുടെയും ആൽപ്സ് മലനിരകളുടെയും
താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് മനോഹരമാണ് നോക്കിയേ. ഞങ്ങൾ ഏതാണ്ട് മുകളിൽ എത്തിക്കഴിഞ്ഞു. 10 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് കേബിൾ കാർ മുകളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അറ്റത്തെത്തിയിട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഓപ്പൺ കേബിൾ കാർ, അത് 2 നില പുറത്തേക്ക് ഇറങ്ങാണ്. ഭംഗിയെ കണ്ടാൽ മതിയല്ലോ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1898 മീറ്റർ ഉയരത്തിലുള്ള സ്റ്റാൻസർഹോൺ പർവ്വതത്തിന്റെ കൊടുമുടിയിലാണ് ഞങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. തിരക്ക് കൂടുതലുള്ള ട്രിപ്പുകളിൽ നമുക്ക് നേരത്തെ തന്നെ തിരിച്ചു പോകാൻ ബുക്ക് ചെയ്തിടാവുന്നതാണ്. ഇന്നലെ ഞങ്ങൾ സന്ദർശിച്ച ഹാർഡൽ കുൽമിലെ പോലെ തന്നെ ഇവിടെയും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാലമുണ്ട്. അവിടെ നിന്ന് മനോഹരമായി നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും. 4 വശങ്ങളിലും താഴ്വരകളാകിയാൽ മനോഹരമായ 360 ഡിഗ്രിയിലെ കാഴ്ചകളാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുക. ഇവിടെ നിന്നും മനോഹരമായ ആൽപ്സ് പർവ്വതത്തിലെ ഗ്ലേഷ്യേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ഞങ്ങൾ വന്നതിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്ന് തന്നെയാണ്. അധികം തിരക്കില്ല. ഞങ്ങൾ വന്ന സ്വിറ്റ്സർലാൻഡിൽ ഒരു സ്ഥലത്ത് തന്നെ തിരക്കില്ല കേട്ടോ. അങ്ങനെ വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല. ഹാർഡറിൽ മാത്രം ഒരു അല്പം തിരക്കുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വലിയ കാര്യമായിട്ട് തിരക്കില്ല. അതിനി സമയത്തിൻ്റെ ആണോ എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ദൂരം നടക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ വരുമ്പോൾ 2 സ്വിസ് ഫ്രാങ്ക് ബുക്കിങ്ങിന് ആവശ്യമുള്ളത് ആവശ്യമില്ല. ഇവിടെ വരാണെങ്കിൽ നേരിട്ട് വരാണെങ്കിൽ ഹാർഡറിലും അതുപോലെ തന്നെ മറ്റുള്ളടത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ പിലാത്തുസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ 5 എന്നാണ് പറഞ്ഞത്, കോക്ക്വീലിന് മാത്രം. പക്ഷെ ഞങ്ങളതൊന്നും കൊടുത്തില്ലായിരുന്നു, കാരണം ഞങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് കയറി പോരാൻ പറ്റിയായിരുന്നു. ഇപ്പോൾ ഇതേ ഇവിടെ ചെറിയ പനോരാമിക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ ഇവിടെയുണ്ട്. ഈ കൊടുമുടിക്ക് ചുറ്റും നടക്കാൻ സൗകര്യപ്രദമായ ചെറിയ പാതകളുണ്ട്. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് പർവ്വതത്തിന് ചുറ്റും നമുക്ക് നടന്ന് കാണാവുന്നതാണ്. മുൻപ് പിലാത്തുസ് കൊടുമുടിയിലും ഞങ്ങൾ ഇത്തരത്തിൽ അല്പദൂരം നടന്നിരുന്നു. ഞങ്ങൾ നേരത്തെ ഫോട്ടോ എടുത്ത സ്ഥലമാണ് താഴ്ത്തി കാണുന്നത്. ഇവിടെ തന്നെ നടന്ന് നല്ല പനോരമയായിട്ടുള്ള വ്യൂ കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇത് കുറേ മുകളിലേക്ക് നടക്കാനായിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പ് വരെ പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇനി ഈ കാണുന്ന മലയുടെ മുകളിലേക്ക് ഞങ്ങൾ പോവാണ്. അവിടെ മുകളിൽ പോയി അവിടെ നിന്നുള്ള വ്യൂ കൂടി നോക്കാൻ വേണ്ടി പോവാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, എന്ത് രസം നോക്കിയേ. ലുസേണിൽ നിന്ന് 18 മിനിറ്റായിരുന്നു ഇവിടേക്ക് എത്താനായിട്ട് ഞങ്ങൾക്ക് എടുത്തത്. താഴ്വാരത്തിൻ്റെയും മനോഹരമായ കാഴ്ചകൾക്കപ്പുറം 10ഓളം തടാകങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ ടോപ്പിൽ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയാണ്. ഇനി കേബിൾ കാർ എടുത്ത് താഴേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലം ഞാനിവിടെ റിഗ്ഗി കാണാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. റിഗ്ഗിയിലേക്കുള്ള കേബിൾ കാറുകൾ നമ്മൾ സാധാ എടുത്ത പോലെ തന്നെ, അത് വെറൈറ്റി എല്ലാം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്ത സമയം കളയുന്നില്ല. ഞങ്ങൾ ഇന്റർലാക്കൻ ഏരിയയിലേക്ക് പോയിട്ട് അവിടുത്തെ ലൗട്ടർബ്രൂണും ഒക്കെ പോകാനുണ്ട്, മുറൻ പോകണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് പോയാൽ ആ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ തീർത്തുകൊണ്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇവിടെ നിന്ന് ഇത് പറന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് താഴേക്ക് പറക്കാൻ നല്ല രസമായിരിക്കും. അത് പറക്കണ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം, കാരണം ഇവിടെ നമുക്കധികം സമയം സ്പെൻഡ് ചെയ്യാനില്ലല്ലോ. എവിടെയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാടോ. എന്ത് ഭംഗിയാണ് സ്വിറ്റ്സർലാൻഡ്. ഇവിടെ ഒരു മനോഹരമായ കറങ്ങുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ 44 മിനിറ്റിലും റെസ്റ്റോറൻറ്റ് ഒരു പൂർണ്ണവട്ടം കറങ്ങും. ഇത് എല്ലാ ദിശയിലുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സഹായിക്കുന്നു.
എന്തുകൊണ്ട് 44 മിനിറ്റ് എന്ന് വെച്ചാൽ ലുസേണിൽ നിന്നും ഇവിടെ എത്താനുള്ള സമയമാണ് 44 മിനിറ്റ്. അതുതന്നെയാണ് ഇത് കറങ്ങാൻ എടുക്കുന്ന ടൈമും. സമയക്കുറവുള്ളതിനാൽ ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ പ്രവേശിക്കുന്നില്ല. മറ്റൊരു യാത്രയിൽ എപ്പോഴെങ്കിലും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് പോവുകയാണ്. നമ്മൾ റിട്ടേൺ ടൈം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിടാം. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. 12 മണി കഴിഞ്ഞ ശേഷമുള്ളതൊക്കെയാണ് അതുപോലെ തിരക്കുണ്ടാവുക. ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബുക്കിങ്ങിലെങ്കിലും നമുക്ക് ഇറന്ന് പോകാൻ സാധിക്കും. ഞാൻ എന്തായാലും 12:05 എടുത്തിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ. കാരണം 12 മുതലുള്ളതാണ് അവിടെ വെച്ചിട്ടുള്ളത്. കാരണം അതുവരെയാണ് തിരക്ക് വരാനുള്ള സാധ്യതകൾ. വളരെ മനോഹരമാണ്. ഇവിടെ വരുന്നവർ ലുസേണൊക്കെ വരുന്നവർ ഇതൊക്കെ വന്ന് കാണാം കേട്ടോ. വീണ്ടും ഞങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ്. ഡബിൾ ഡെക്കർ കറക്റ്റ് ടൈം. കേബിൾ കാർ സ്റ്റാൻഡ്സ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മുകളിലത്തെ ഡെക്കിൽ തന്നെയാണ് ഞങ്ങൾ വീണ്ടും ഇടം പിടിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നൽകുന്ന മനോഹരമായ കാഴ്ചയാണ് അതിന് പ്രധാന കാരണം. തിരിച്ചുള്ള യാത്രയിൽ മുകളിൽ നിന്ന് കുറേ നേരം കാഴ്ചകൾ കണ്ട ശേഷം ഇനി ഞങ്ങൾ താഴത്തെ നിലയിൽ നിന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. വളരെ വലിയ ചില്ലുജാലകങ്ങളാണ് ഈ കേബിൾ കാറിന്റെ ആദ്യത്തെ നിലയിലുള്ളത്. തടസ്സങ്ങളില്ലാത്ത മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അടിപൊളി. കേബിൾ കാറിന്റെ രണ്ടാമത്തെ താഴത്തെ നിലയാണ്. അത് നേരത്തെ മുകളിൽ നിന്നത്. ഇത് ഫുള്ള് ചില്ലാണ്. നമുക്കിവിടെ നിന്ന് നല്ല വ്യൂ ആസ്വദിക്കാം. അവരുടെ നേരത്തെ പറഞ്ഞ പോലെ അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. പക്ഷേ വളരെ മനോഹരമാണ്. അതിപ്പോൾ ഈ സമയത്തിൻ്റെ കൂടെ എന്താണെന്ന് അറിയത്തില്ല. കുനിയുമ്പോൾ അല്ലേ. ഈ സ്ഥാനത്തുമാണ് ഈ കേബിൾ കാർ ഇറങ്ങുന്നത്. ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കത് ഇറങ്ങാൻ ഒട്ടും പേടിയില്ല. താങ്ക് യു. ഓക്കെ. താങ്ക് യു. ഓരോ കേബിൾ കാർ വരുമ്പോഴും കൃത്യമായിട്ട് ഈ ഒരു ട്രെയിനും അതുപോലെ കറക്റ്റ് ടൈമിൽ താഴത്തേക്ക് ഇറക്കും. അപ്പോൾ അതിനകത്തുള്ള എല്ലാവരും അത് കയറുന്നത് കേബിൾ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റൂട്ട് വേറെ ആൾക്കാരാണ്. തിരിച്ചുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇനി ഫുണിക്കുലാറാണ്. വളരെ സാവധാനം മലയിറങ്ങി പോകുന്ന ഈ ട്രെയിനിൽ ഇരുന്നാൽ ചുറ്റുമുള്ള പച്ചപ്പും മനോഹരമായ വീടുകളും മേയുന്ന പശുക്കളെയുമൊക്കെ നേരിട്ട് കാണാനായിട്ട് സാധിക്കും. കാറ്റേറ്റ് ശബ്ദമില്ലാതെ പ്രകൃതിയെ ആസ്വദിച്ചു പോകാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. 1893 ആദ്യമായി നിർമ്മിക്കുമ്പോൾ ഈ ട്രെയിൻ തന്നെയാണ് ആ മലമുകൾ വരെ പോയിരുന്നത്. എന്നാൽ 1970-കളിലുണ്ടായ ഒരു മിന്നൽ പിണരിനെ തുടർന്ന് മുകളിലെ ഹോട്ടലിന് തീപിടുകയും പാതയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മുകൾ ഭാഗത്തേക്ക് കേബിൾ കാറുകൾ ഏർപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ താഴ്വരയായ സ്റ്റാൻഡ്സിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ഈ യാത്ര അവസാനിക്കും. ഇവിടെ നിന്നും ട്രെയിൻ എടുത്ത് ഇനി ഞങ്ങൾക്ക് ലുസേണിലേക്ക് പോകണം. ഇപ്പൊ ക്യൂ ആയിട്ട് അവിടെ ആൾക്കാരുടെ എണ്ണം ഇഷ്ടം പോലെയായി. അവിടെ ചേട്ടന്മാർ പറന്നു തുടങ്ങിയിട്ട് മുകളിൽ കിടന്ന് അവരിരുന്ന് പറക്കുന്നുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ ഇന്റർലാക്കൻ പോവാം. ആദ്യം ലുസൺ എത്തണം, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എല്ലായിടത്തും നിറച്ച ആപ്പിൾ മരം നിറയാണ് ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കൽബർഗ്, അവിടെ നിന്നാണ് ടിറ്റ്ലിസ് മൗണ്ടനിലേക്ക് പോകുന്നത്. ഞങ്ങൾ ആദ്യം ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ് അത്. പിന്നീട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 മണിക്കൂറെങ്കിലും നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് അവിടെ പോയിട്ട് കാര്യമുള്ളൂ. ഇന്നലെ ബ്രിയാൻസിൽ നിന്നും ഞങ്ങൾ സഞ്ചരിച്ച അതേ പനോറാമിക് ട്രെയിനിൽ ലുസേണിൽ നിന്ന് ഇന്റർലാക്കൻ വരെ ഞങ്ങൾക്ക് ഒന്ന് യാത്ര ചെയ്യണം. ആ കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.